SLC മാത്സ് 10ാം ക്ലാസ് അധ്യായം 10 ബഹുപദങ്ങൾ. ഇതിൽ 2 ചോദ്യങ്ങൾ മുന്നേ ഞാൻ 2 വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്. ഈ ചോദ്യം ഭംഗിയായി നിങ്ങൾ നല്ലവണ്ണം വായിച്ചു നോക്കുക ആദ്യം. അതായത് x² + kx + r എന്ന ബഹുപദത്തിൽ k ആയി ഏത് സംഖ്യ എടുത്താലാണ് x-1 ഘടകമായ ബഹുപദം കിട്ടുന്നത്. ഇങ്ങനെ കിട്ടുന്ന ബഹുപദത്തിൻ്റെ രണ്ടാമത്തെ ഘടകം കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ നോക്കിയാൽ വെച്ചാൽ കെയുടെ, അതായത് ഈ ആദ്യത്തെ രണ്ട് കൃതിയുള്ള ഒരു ബഹുപദം ആണ്. x² + kx + r എന്ന് പറഞ്ഞാൽ രണ്ടാം കൃതിയുള്ള ഒരു ബഹുപദമാണ്. ഇതിൻ്റെ മധ്യപദത്തിൻ്റെ ഗുണോത്തരം, എക്സിൻ്റെ ഗുണോത്തരം തന്നിട്ടില്ല. അതായത് അവിടെ k എന്ന് എഴുതി. ആ കെയുടെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ചോദ്യത്തിൽ ഘടകമായി x-1 എടുത്താൽ എന്നുള്ളത് ചോദ്യം തരുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ഘടക സിദ്ധാന്തം ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് ആദ്യം കെയുടെ വില കണ്ടുപിടിക്കാം. x-1 എന്നത് ഈ x² + kx + r ഒരു ഘടകമാണെങ്കിൽ അതിൻ്റെ P(1) x-1 എന്നുള്ളത് അതിൻ്റെ സങ്കലനം ചെയ്തെടുക്കുക. P(1) = 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എക്സിന് 1 എന്ന് വില കൊടുത്ത് കിട്ടുന്നത് 0 ആയിരിക്കും ഘടകമാണെങ്കിൽ. അങ്ങനെ ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്, ആ ഘടക സിദ്ധാന്തം ഉപയോഗിച്ച് നമുക്ക് ഇതിനകത്ത് ഒരു ഇക്വേഷൻ എഴുതാം. 1² + k × 1 + r = 0. 1² 1 തന്നെ, k × 1 എന്ന് പറഞ്ഞാൽ k തന്നെ, + r അവിടെ എഴുതുക, 0. അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് എഴുതുക. ഇനി k + 1 കൂട്ടാൻ പറ്റില്ല, അതുകൊണ്ട് 1 + r കൂട്ടുക, 7 എന്ന് കിട്ടും. k + 1 + r = 0. അപ്പോൾ k + 7 = 0. ഇനി k = 0 - 7 എന്ന് കിട്ടുക. അപ്പോൾ 0 - 7 -7. അപ്പോൾ കെയുടെ വില കിട്ടി. കെയുടെ വില കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ x² + kx + r ഇക്വേറ്റ് ചെയ്യുക കെയുടെ വില. അപ്പോൾ മധ്യപദത്തിന് -7 എന്ന് കൊടുക്കുക. അപ്പോൾ x² - 7x + r. അപ്പോൾ അതിൻ്റെ ഘടകം കിട്ടി. x-1 എന്നുള്ളത് ഒരു ഘടകം കിട്ടി. ഇനി രണ്ടാമത്തെ ഘടകം കണ്ടുപിടിക്കണം. അത് k -7 ആയതുകൊണ്ട് x-1 ഇതിൻ്റെ ഒരു ഘടകമാണ്. അങ്ങനെ എഴുതി വെക്കുക. ഇനി രണ്ടാമത്തെ ഘടകം നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? x + a × x + b എന്ന ഇക്വേഷൻ ഉപയോഗിക്കുക. x² + a + b × x + ab എന്ന് പറയുന്നത്. അതായത് x ആദ്യത്തെ രണ്ട് പദം x ആയിരിക്കും. ഒരു ദ്വിമാന ബഹുപദത്തിന് അതായത് ഒന്നാം കൃതിയുള്ള രണ്ട് ബഹുപദങ്ങൾ ഉണ്ടാവും. അപ്പോൾ x' ഇങ്ങനെ എഴുതുക. അപ്പോൾ രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ -7, ഗുണിച്ചാൽ +r കിട്ടുന്ന സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ -1 - -r. -1 + -r = -7. -1 ഗുണിക്കണം -r +r. അപ്പോൾ x-1 രണ്ട് എയും ബിയും കിട്ടി. a -1 b -r. x അവിടെ എഴുതി വെക്കുക. x' എടുക്കുക, -1 x -r. അപ്പോൾ x - r ആണ് രണ്ടാമത്തെ ഘടകം. ഓക്കെ.